എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോണിയോ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു മെയിൻ നെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ മെയിൻ നെറ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. സോ സോണി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. ഒരു വലിയൊരു കമ്പനിയാണ് ഈ സോണി എന്ന് പറയുന്നത്. അറിയാലോ നിങ്ങൾക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ തൊട്ട് ഈ പറയുന്ന സിനിമാസ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു കമ്പനി. സോ ആ ഒരു സോണിയുടെ എതീരിയത്തിൻ്റെ ലെയർ 2 ആണ് ഈ പറയുന്ന സോണിയോ എന്ന് പറയുന്ന പ്രോജക്റ്റ്. സോ ഓൾറെഡി ജനുവരിയിൽ വന്നൊരു പ്രോജക്റ്റാണ്. സോ ജനുവരി ഡിസംബർ ആ ഒരു ടൈമിൽ നമ്മൾ ഈ സോണിയത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോണിയത്തിൽ ഇപ്പോൾ ഗാലക്സി ടാസ്കും വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം, ഞാനിത് നേരത്തെ അറിഞ്ഞായിരുന്നു. ഇവരുടെ ഈ ഒരു ബാഡ്ജ്, അതായത് ഈ ഒരു ബാഡ്ജ് എന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി 27 വരെ ഉള്ളൂ. അതായത് ഈ ഒരു OG, അതായത് ഇവരുടെ ആ ഒരു തുടക്ക ടൈമിലുള്ള OG ബാഡ്ജ് ജനുവരി 14 വന്നതാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 45 ട്രാൻസാക്ഷൻ ഈ ഒരു സോണിയം ബ്ലോക്ക് ചെയിനിൽ നമുക്കിവിടെ ചെയ്യണം. അതാണ് ഈ ഒരു ബാഡ്ജ് ഉണ്ടാക്കുന്നത്. അതായത് എയർലി അഡോപ്റ്ററൊക്കെ പോലെ ഒരു എയർലി ആയിട്ട് നമുക്ക് OG ആ ഒരു സോണിയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 45 ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാഡ്ജ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഫെബ്രുവരി 28, അതായത് നമ്മുടെ വാലറ്റിലേക്ക് വരുമെന്നാണ് പറയുന്നത്. സോൾ ബൗണ്ട് ബാഡ്ജ് വിൽ ബി റിവാർഡഡ് സ്ട്രേറ്റ് ടു യുവർ വാലറ്റ് ബൈ സോണിയം ടീം ഓൺ ഫെബ്രുവരി 28. ഫെബ്രുവരി 28 നമ്മുടെ വാലറ്റിലേക്ക് ഈ പറയുന്ന NFT ആയിരിക്കും വരുന്നത്. സോ അത് വരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഗാലക്സിയുടെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണം. സോ ഗാലക്സിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിലേക്ക് വരിക. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. സോ സോണിയം നമുക്ക് ഓരോരോ ഇവരുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. സോ ഫസ്റ്റ് ഇവരുടെ ഇതൊന്ന് ട്വിറ്റർ ഒന്ന് ഫോളോ ചെയ്യണം. ഈ ഒരു ഇതെല്ലാം ചെയ്ത് വയ്ക്കുക നിങ്ങൾ, ഈ നോർമൽ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് അവരുടെ ഈ ഒരു NFT ഒക്കെ മിൻറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് മാക്സിമം ഈ ഒരു ഗാലക്സി ഫുള്ള് ചെയ്യാൻ ശ്രമിക്കുക. സോണിയം എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു എക്കോ സിസ്റ്റത്തിലേക്ക് വരിക. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരിക. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് ഈ സൂപ്പർ ബ്രിഡ്ജിലേക്ക് നിങ്ങൾ കൊടുക്കുക. സൂപ്പർ ബ്രിഡ്ജിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവരുടെ സൂപ്പർ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് വരും. സോ ഒരു ബ്രിഡ്ജ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ എൻ്റെ ബ്രിഡ്ജിൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ എഡ്യൂക്കേഷൻ സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ചാപ്റ്ററിൽ ബ്രിഡ്ജ് എന്താണെന്ന്. സോ ബ്രിഡ്ജിലേക്ക് വന്നിട്ട് ഫസ്റ്റ് നമ്മുടെ വാലറ്റ് മെറ്റാമാസ്ക് ഇവിടെ കണക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്തു. വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവർ സപ്പോർട്ട് ചെയ്യുന്ന പല എത്തീരിയം ചെയിൻസ് ഉണ്ട്. സോ നമുക്ക് മെയിൻ എത്തീരിയം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കാരണം മെയിൻ എത്തീരിയത്തിൽ ട്രാൻസാക്ഷൻ ഫീ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും എത്തീരിയത്തിൻ്റെ ലെയർ 2s ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇതിലേതെങ്കിലും ലെയർ 2ൽ നിങ്ങൾ എതീരിയം കൊണ്ടുവന്നാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ബേസിലോ ഒപ്റ്റിമിസത്തിലോ കൊണ്ടുവന്നാൽ മതി. ഇതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എതീരിയം വളരെ ലോ കോസ്റ്റിൽ ഏതൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈനാൻസോ അല്ലെങ്കിൽ ബൈബിറ്റോ MEXCയോ ഏത് എക്സ്ചേഞ്ചിലൊക്കെ പോയി നോക്കിയാലും നിങ്ങൾക്ക് ഈ പറയുന്ന ബേസോ ഒപ്റ്റിമിസോ എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ അവിടെ നിന്ന് നിങ്ങൾ നേരെ, ഇപ്പോൾ ഞാൻ ബേസാണ് കൊടുക്കുന്നത്, ബേസ് കൊടുത്തിട്ട് സോണിയം ആണ് കൊടുക്കുന്ന എത്തീരിയം എൻ്റെ ബേസ് ചെറിയൊരു എമൗണ്ട് അവൈലബിൾ ആണ്. സോ ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ് 0.302 മിനിമം ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അതായത് $0.5 ആണ് ഇവർ മിനിമം നമുക്ക് റിവ്യൂ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏറ്റവും കുറവ്, അതിൽ താഴെയൊന്നും പറ്റത്തില്ല, ഏറ്റവും കുറവ് അത് തന്നെയാണ് $0.5. സോ $0.5 നമുക്ക് ചെറിയൊരു എമൗണ്ട് ഗ്യാസ് ഫീസും പോകുന്നുണ്ട്. വലിയ ഗ്യാസ് ഫീസ് ഒന്നുമില്ല. സോണിയത്തിൽ വളരെ കുറവാണ്. കാരണം ആൾക്കാർ അധികം വന്നു തുടങ്ങിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്യാസ് ഫീസും കൂടി റഷായിട്ട് ഭയങ്കര ഇതായിട്ട് പോകും. പിന്നെ ബേസിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതായത് എതീരിയത്തിൻ്റെ ലെയർ 2ൽ നിന്ന് മറ്റൊരു ലെയർ 2ലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇത്രയും ഗ്യാസ് ഫീസ് കുറവ്. ഡയറക്റ്റ് എത്താണെങ്കിൽ അത്യാവശ്യം ഗ്യാസ് ഫീസ് വരും. വേണോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഡയറക്റ്റ് എത്തിയെന്ന് ഏകദേശം സോണിയത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ സോ ഗ്യാസ് ഫീസ് തന്നെ ഞാൻ എടുക്കുന്നതിനേക്കാളും കൂടുതലുണ്ട്. കണ്ടോ, ഗ്യാസ് ഫീസ് തന്നെ 302 ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 308 ഞാൻ ഗ്യാസ് ഫീസ് കൊടുക്കണം. എന്നാലും കുറവാണ്. ബട്ട് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ ഡയറക്റ്റ് എത്തിയിൽ നിന്ന് ചെയ്യാൻ ഞാൻ പറയത്തില്ല. ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു എത്തിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഇവിടെ ഈ റിവ്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു റിവ്യൂ ബ്രിഡ്ജിൽ കൊടുക്കുക.
റിവ്യൂ ബ്രിഡ്ജിൽ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് വാലറ്റ് കണക്റ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്തേക്ക് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ കംപ്ലീറ്റ് ആവും. ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ഈ ഒരു എത്ത് വരും. സോ ഇനി നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ നെറ്റ് നമ്മുടെ മെറ്റാമാസ്കിൽ ആഡ് ചെയ്യണം. സോ സോണിയത്തിൻ്റെ മെയിൻ നെറ്റ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 വഴിയാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സോണിയത്തിൻ്റെ ബ്ലോക്കിൻ്റെ എക്സ്പ്ലോററിലേക്ക് പോവുക. ഇതാണ് സോണിയത്തിൻ്റെ ബ്ലോക്ക് എക്സ്പ്ലോറർ. അത് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കഴിയുന്ന സമയത്ത് തന്നെ വ്യൂ ഓൺ ബ്ലോക്ക് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ് കാണിക്കും. സോ അതിലേക്ക് നിങ്ങൾക്ക് പോവാം. സോ നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ ഇവിടെ തന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഓൺ ബ്ലോക്ക് എക്സ്പ്ലോറർ ഇവിടെ നോക്കാം. വ്യൂ ഇൻ എക്സ്പ്ലോറർ. ഈ ഒരു എക്സ്പ്ലോററിലേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് സോണിയത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാം. സോ ഇനി നമുക്ക് ആ എക്സ്പ്ലോററിലേക്ക് വന്നിട്ട് ഈ ഒരു ആഡ് സോണിയം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. മെറ്റാമാസ്കിലേക്ക് നെറ്റ്വർക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ ഈ സോണിയത്തിൻ്റെ മറ്റ് ഡാപ്പുകൾ യൂസ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ സൂപ്പർ ബ്രിഡ്ജ് യൂസ് ചെയ്തു. ഇനി എക്കോസിസ്റ്റം എന്ന് പറയുന്ന സെക്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെയാണ് സോണിയം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരോ എക്കോസിസ്റ്റം. സോ ഇതിലിപ്പം കിയോ ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻസിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക് പോകും. നമ്മൾ ആ ഒരു കിയോ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നു. സോ അതിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ലോഞ്ച് ആപ്പ് കൊടുക്കുകയാണ്. ലോഞ്ച് ആപ്പ് കൊടുത്തിട്ട് കണക്റ്റ് വാലറ്റ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ഇതിലേക്ക് വരും. സോ ഇവിടെ നമുക്കിപ്പോൾ ഉള്ളത് എത്തീരിയം USDCE ആണ്. ഇതൊക്കെ സോണിയത്തിൽ വരുന്നതാണ്. ഇത് മറ്റ് നെറ്റ്വർക്കിൽ വരുന്നതല്ല. ഇതൊക്കെ സോണിയത്തിൽ വരുന്നതാണ്. നമുക്ക് പല പല ടോക്കൺസ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. ഇതൊക്കെ പല പല ടോക്കൺസ് ആണ് ഈ സോണിയത്തിൽ വരുന്ന. റാപ്പിഡ് ബിറ്റ് കോയിന് ഇതെല്ലാം സോണിയം എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ വരുന്ന ടോക്കൺസ് ആണ്. USDT ആയിക്കോട്ടെ, USDTE ആയിക്കോട്ടെ, സോൺ ആയിക്കോട്ടെ, ഇതെല്ലാം സോണിയം എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ വരുന്ന ടോക്കൺസ് ആണ്. സോ ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഈ സ്വാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാം. അല്ല ലിക്വിഡിറ്റി വേണമെങ്കിൽ ലിക്വിഡിറ്റി കൊടുക്കാം. ഇതിവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഇത് പോർട്ട്ഫോളിയോ ആണ്. കാരണം ഇതൊരു ഡെക്സ് ആണ്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് തുടക്ക സ്റ്റേജാണ് ഈ സോണിയത്തിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ. സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ട്രാൻസാക്ഷൻ നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാൻ പറ്റും. സോ ടോട്ടൽ നമ്മുടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്ര ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. നമ്മുടെ ഈ ഒരു എത്തിലേക്ക് ഒന്ന് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു വേറെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് എത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തായാലും ഈ എത്തിൽ നിന്ന് നമുക്ക് സോണിയത്തിൻ്റെ നെറ്റ്വർക്കിലുള്ള USDTയിലോട്ട് ഒന്ന് മാറി നോക്കാം. നമുക്ക് ചെറിയൊരു ശതമാനം ഒരു 25%, അതായത് 25% നമുക്ക് നോക്കുമ്പോൾ ലിക്വിഡിറ്റി 0.68 വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ കൊടുക്കുവാണ്. സോ ഇങ്ങനെ പല പല നെറ്റ്വർക്കിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഇത്ര കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സ്വാപ്പ് കൊടുക്കുവാണ്. ഓക്കെ, സ്വാപ്പ് എത്ത് ഫോർ USDT ഇവിടെ വരുന്നുണ്ട്. കൺഫേം. ഓക്കെ, നമ്മളിവിടെ കൺഫേം കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണം, നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ്. സ്വാപ്പ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ട് ഗ്യാസ് ഫീയും ഇവിടെ ആയിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മുടെ സോണിയത്തിൽ നമുക്ക് ഇവിടെ നമുക്കൊന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്തതാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ടോക്കൺസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ടോക്കണായിട്ട് ഇപ്പോൾ ഈ ഒരു സോണിയം ബ്രിഡ്ജ്ഡ് USDTയും വന്നിട്ടുണ്ട്. ഈ ഒരു ടോട്ടൽ ടോക്കൺസും ഇവിടെ വന്നിട്ടുണ്ട്. 2 ട്രാൻസാക്ഷൻ, സ്കാനിങ് ന്യൂ ട്രാൻസാക്ഷൻ ഇപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബ്രിഡ്ജ് യൂസ് ചെയ്യണമെങ്കിൽ ഈ സൂപ്പർ ബ്രിഡ്ജ് അല്ലാതെ റിനോഫൈ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സോണിയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഈ ഓൾട്ടോ ഫിനാൻസിൽ വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കൂട്ടാനായിട്ട് അവരുടെ ഇതിലേക്ക് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഓൾട്ടോ ഫിനാൻസിൽ വന്നിട്ട് ഈ ഒരു കലണ്ടറിൽ നമ്മൾ ഈ സോണിയം കൊടുത്തിട്ട് സോണിയം ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ചെക്കിന് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് മെറ്റാമാസ്കിലേക്ക് ഒരു പോപ്പപ്പ് വരും. ചെറിയൊരു ഒരു ട്രാൻസാക്ഷൻ ഇവിടെ കൊടുക്കേണ്ടി വരും. ചെറിയൊരു ഗ്യാസ് ഫീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നിങ്ങൾ ഡെയിലി അടുത്തൊരു 10 ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ചെക്കിനാണ്. സോ ഇങ്ങനെ നമുക്ക് ഡെയിലി ചെക്കിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ട്രാൻസാക്ഷൻ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ കോൺട്രാക്റ്റ് നിങ്ങളിവിടെ യൂസ് ചെയ്യണം. ഇനി ഈ ഒരു ഡിപ്ലോയ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലോട്ട് വന്നിട്ട് സോണിയത്തിൻ്റെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് ഈ ഡിപ്ലോയും കൂടെ കൊടുക്കുക. സോ ഇതിനും നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ഗ്യാസ് ഫീ പോകുന്നതാണ്. സോ 302 ഇവിടെ വരുന്നത്. സോ കൺഫേം കൊടുക്കുകയാണ്. സോ ചെറിയ എമൗണ്ട് ഗ്യാസ് ഫീസ് കൊടുത്തു വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ ഡിപ്ലോയ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. നമ്മൾ
ഇതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷനാണ് ആ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ 2-3 ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ബ്ലോക്ക് എക്സ്പ്ലോററിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ടോട്ടൽ ഇവിടെ കാണിക്കും ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻസ് ആയിട്ടുണ്ടെന്ന്. ഇവിടെ നമ്മളിപ്പോൾ 4 ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല, ബട്ട് ഇതൊക്കെ ട്രാൻസാക്ഷൻ തന്നെയാണ്. നമ്മളിവിടെ ഇപ്പോൾ 4 കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് $2.50 അതിലിപ്പോൾ ഏകദേശം $1.50 എത്തീരിയവും ഏകദേശം 0.69 USDTയും ഇപ്പോൾ കയ്യിലുണ്ട്. പിന്നെ വളരെ ചെറിയ എമൗണ്ട് ഗ്യാസ് ഫീസും പോയിട്ടുണ്ട്. സോ ട്രാൻസാക്ഷൻ ഇവിടെ എനിക്ക് 4 ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 4 ട്രാൻസാക്ഷൻ, ടോക്കൺ ട്രാൻസ്ഫർ 2, ടോക്കൺസ് 1, കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഗാലക്സിയിൽ പോയിട്ട് ഫുള്ള് ചെയ്യാൻ മറക്കരുത്. ഗാലക്സി പോയിട്ട് നമ്മൾ ഗാലക്സി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഇതെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗാലക്സിയുടെ NFTയും കിട്ടത്തുള്ളൂ. അതോടൊപ്പം 45 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോണിയത്തിൻ്റെ NFTയും കിട്ടത്തുള്ളൂ. ഗാലക്സി ടാസ്കുകൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് പല NFTs ഒക്കെ മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ആ ഒരു NFTs എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോണിയം നെറ്റ്വർക്കിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് ഓരോരോ ട്രാൻസാക്ഷൻസ് ആയിരിക്കും. സോ ഇത് ഓരോ ഡേയിലും നമ്മൾ മിൻറ്റ് ചെയ്യാനാണ് ഇവർ ഈ പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം അങ്ങ് മിൻറ്റ് ചെയ്തു. ഇന്ന് ഒരു NFT ആയിട്ട് അങ്ങ് മിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം വളരെ വിലക്കുറവ് തന്നെയാണ്. ഈ ഒരു ഓരോ NFTസും വലിയ വിലയൊന്നുമില്ല. സോ ഇതിനകത്ത് നമുക്ക് ഓരോ NFTസും നമുക്ക് മിൻറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ 3047 ഇതിൽ എൻ്റെ ബാക്കി എത്തീരിയം ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഇതെന്ന് പറയുന്നത് 302ഉം 301ഉം ആണ്. ബാക്കിയുള്ള എല്ലാം നമുക്ക് വളരെ ചെറിയ എമൗണ്ട് തന്നെയാണ് വരുന്നത്. അതായത് 4, 5 പൂജ്യമൊക്കെ ഉള്ള ഇതൊക്കെ 5, 6 പൂജ്യത്തിന് അപ്പുറമൊക്കെയാണ് ഈ ഒരു നിൽക്കുന്നത്. അതായത് 4, 5 പൂജ്യത്തിന് അപ്പുറമാണ് നിൽക്കുന്നത്. വളരെ കുറച്ച് സംഖ്യയുള്ള ഇതൊക്കെ ലാസ്റ്റ് ആവുമ്പോഴായിരിക്കും ഒരുപാട് ആൾക്കാർ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന ട്രാൻസാക്ഷൻ എല്ലാം കൊണ്ടുവരുന്നത് നെറ്റ്വർക്കിൽ. അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇതിൽ ഓരോ NFTയുടെ പേരൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ NFT വേണം മിൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന്. സോ ഇത് റൗണ്ട് 2 ഒക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ വരുന്നത്. സോ ഇതിനകത്ത് ഇവർ ഈ കളക്ഷനകത്തായിരിക്കും ഇവർ ഈ പറഞ്ഞ NFTs വരുന്നത്. ഇത് ചൈനയിലാണ് എഴുതിയിരിക്കുന്നത് ഫുള്ള്. സോ ചൈന വരുമ്പോൾ എനിക്ക് ചൈനയൊന്നും വായിക്കാൻ അറിയില്ല. ഇതിനകത്ത് ഒരുപാട് NFTയുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്. ചിയേഴ്സ് NFT, സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാം. ചിയേഴ്സ് NFT, CHE ഇതായിരിക്കും പറയുന്നത്. ബിരു ഗാലക്സി ടൂർ ഇതാ നടക്കുന്നത്. ഗാലക്സി ടൂർ ഇതായിരിക്കും വരുന്നത്. നമ്മൾ ആ ഒരു NFTയിലോട്ട് വന്നു. അതിൽ ഏറ്റവും ചെറിയൊരു എമൗണ്ട് എന്ന് പറയുന്നത് 301 സോ നിങ്ങൾക്ക് 301 ഉണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ആകെ ഉള്ളത് 304 സോ അതിൽ 301 കൊടുത്ത് വേണം ഇത് മിൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു NFT. 30 മേക്ക് ആൻ ഓഫറാണ്. സോ ഇതിൽ ബൈ നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വെയിറ്റിംഗ്, കണ്ടിന്യൂ, പർച്ചേസ്. ഓക്കെ, പർച്ചേസ് കൊടുക്കുവാണ്. ഓക്കെ, ഡൺ. നമ്മളവിടെ പർച്ചേസ് കൊടുക്കുവാണ്. ട്രാൻസാക്ഷൻ കൺഫേംഡ് ആയിട്ടുണ്ട്. ഡൺ. അപ്പോൾ നമ്മളിവിടെ ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. വ്യൂ മൈ ഐറ്റംസിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ NFT ഉണ്ട്. ഞാനിപ്പോൾ 3 NFT എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ചിയേഴ്സ് NFT ഇതാണെന്ന് തോന്നുന്നു. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അതാ വന്നിട്ടുണ്ട്, അത് തന്നെയാണ്. സോ ഇതേപോലെ നിങ്ങൾ ഇതിനകത്തുള്ള പല പല NFTs മിൻറ്റ് ചെയ്യണമെങ്കിൽ അതും ഈ ഈ നമ്മുടെ ഒരു സോണിയത്തിൻ്റെ ആ ഒരു ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഓരോരോ ട്രാൻസാക്ഷൻസ് എടുക്കുന്നതായിരിക്കും. സോ വ്യൂ ഓൺ ബ്ലോക്ക് എക്സ്പ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അവിടെ വരും. സോ അത് നമ്മൾ ഇങ്ങനെ നോക്കണം. സോ ട്രാൻസാക്ഷൻസ് ടോട്ടലി എടുത്ത് നോക്കണം. ട്രാൻസാക്ഷൻസ് 7 ആയിട്ടുണ്ട് ഇപ്പോൾ. ടോക്കൺ ട്രാൻസ്ഫർ, ബാക്കി കാര്യങ്ങളെല്ലാം. സോ ഇവിടെ നമുക്ക് ഇന്ത്യൻ്റെ $1 എത്തീരിയം ഉണ്ട്. $1.5 ഇപ്പോൾ ടോട്ടൽ വർത്തും ഉണ്ട്. സോ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട്. മൊത്തം 45 ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ തന്നെ ഒരു 7-8 ചെയ്തിട്ടുണ്ട്. മൊത്തം 45 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു OGയുടെ ഇത് കിട്ടും. സോ ഇതേപോലെ നിങ്ങൾ ഓരോ ഗാലക്സി ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കിട്ടാനുള്ള ചാൻസുകളാണ്. ബാക്കി
ഇത്രയും പ്രോജക്ട്സ് ഉണ്ട്. സോ ഇതിനകത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. സോ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഈ പല പല പ്രോജക്ട്സിലും നിങ്ങൾക്ക് സോണിയും കണക്റ്റ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇതൊക്കെ ഇതിൽ വിന്നറായിട്ട് വന്നിട്ടുള്ള പല പ്രോജക്ട്സും ഉണ്ട്. സോ അതിലൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഗെയിം കളിക്കുക, പല പല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പല പല കോൺട്രാക്റ്റ് യൂസ് ചെയ്യാം. ഒറ്റ ഇതല്ലാതെ, അതായത് ഒരു ടോക്കൺ വാങ്ങിക്കുക, സ്വാപ്പ് ചെയ്യുക എന്നല്ലാതെ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. അതിൽ ഈ വിന്നർ എന്ന് പറഞ്ഞ് ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഇത് കിട്ടും. കുറച്ചുകൂടെ ഒരു സോണിയത്തിനൊരു മുൻതൂക്കം കിട്ടും. ആ ഒരു പ്രോജക്റ്റിലൊക്കെ ചെറിയ ചെറിയ എൻഎഫ്റ്റീസ് ഒക്കെ മേടിക്കുക. ചെറിയ എൻഎഫ്റ്റീസ്, അതായത് എൻഎഫ്റ്റിയിലൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മതിയാവും. നിങ്ങൾക്ക് അത്യാവശ്യം ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ ഓരോ പ്രോജക്ട്സിലും. പിന്നെ ഗാലക്സി പോയിട്ട് അതിലും കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞാനിതെല്ലാം നോക്കിയില്ല. അതിലും കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. സോ ഇതൊക്കെ കൂടെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം പോയിൻറ്സും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ഈ പറയുന്ന സോണിയത്തിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. സോ മിസ് ചെയ്യരുത്. സോണിയം വലിയൊരു പ്രൊജക്റ്റാണ്. എന്ത് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എയർ ഡ്രോപ്പ് കിട്ടിയ ഭാഗ്യം. നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് OG ബാഡ്ജ് കളക്ട് ചെയ്യാൻ. വേറെ ഒന്നുമല്ല, OG ബാഡ്ജ് 28 നിൽക്കുമ്പോൾ കളക്ട് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പും ട്വിറ്ററും എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.